ഇൻസ്റ്റൻ്റായിട്ട് സ്കിൻ ബ്രൈറ്റ് ആവാനും ഗ്ലോ ആകാനും അടിപൊളിയൊരു തിളക്കം ആദ്യത്തെ യൂസിൽ തന്നെ തരുന്ന ഒരു അമേസിങ് ഫേസ് പാക്കാണ്. നിങ്ങൾ ഒന്നും യൂസ് ചെയ്തില്ലെങ്കിൽ പോലും ഈ ഒരു ഒറ്റ ഫേസ് പാക്ക് യൂസ് ചെയ്താൽ മതി. എൻ്റെ ഫേവറേറ്റ് ആണ്. ഇതിൻ്റെ റിസൾട്ട് ഞാൻ ഇപ്പോൾ തന്നെ കാണിച്ചു തരാം കേട്ടോ. പാക്ക് പ്രിപ്പയർ ചെയ്ത് അപ്ലൈ ചെയ്തിട്ടല്ല, ഞാൻ ഇപ്പോൾ തന്നെ ഇതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുമാത്രം വ്യത്യാസമാണ് നമ്മുടെ മുഖത്തിന് ഉണ്ടാവുന്നതെന്ന്. ജസ്റ്റ് ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്തതിൻ്റെ റിസൾട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫേസ് പാക്കാണ് ഇത്. ജസ്റ്റ് വെറുതെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി, സ്ക്രബ് ചെയ്യോ ഒന്നും വേണ്ട. എൻ്റെ പൊന്നോ, അത്രയും അമേസിങ് റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇത് നിങ്ങൾ വെറുതെ എങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ എൻ്റെ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നത്. എനിക്ക് സൂപ്പർ റിസൾട്ട് അപ്പം തന്നെ കിട്ടി. ആ ഒരു ജേണിയൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും തന്നെ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. എന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ഫാമിലി. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിപ്പിക്കേണ്ട, വീഡിയോയിലോട്ട് പോവാം. അതിന് മുന്നേ ആയിട്ട് നമ്മൾ ഈ മുടി ഒന്ന് കെട്ടി വയ്ക്കുക. ജസ്റ്റ് മുഖം നന്നായിട്ടൊന്ന് കഴുകുക. അതിനുശേഷമാണ് നമ്മൾ ഈ ഒരു പാക്ക് പ്രിപ്പയർ ചെയ്ത് അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. മുടിയൊക്കെ ഇങ്ങനെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര മെസ്സിയാകും. സോ നമുക്കതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് വെച്ചിട്ട് മുഖത്ത് പൊടികൾ, അഴുക്ക് ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട് ജസ്റ്റ് ഒന്ന് ഫേസ് വാഷ് ചെയ്യുക. സോപ്പോ ഫേസ് വാഷോ യൂസ് ചെയ്ത് കഴുകുക, അല്ലെങ്കിൽ വേറെ വെള്ളത്തിൽ കഴുകിയാലും മതി. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് യൂസ് ആക്കുന്നത് റൈസ് ഫ്ലോർ ആണ്. അരിപ്പൊടി നമുക്ക് വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും യൂസ് ആക്കാം. ഏറ്റവും സൂപ്പറായിട്ട് റിസൾട്ട് കിട്ടുന്നത് നമ്മൾ അരി കുതിർത്തിട്ട്, പച്ചരി കുതിർത്തിട്ട് അത് ജസ്റ്റ് വെള്ളമൊക്കെ മാറ്റിയതിന് ശേഷം മിക്സിയിലിട്ട് അടിച്ച് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഏറ്റവും അടിപൊളി റിസൾട്ട് കിട്ടുന്നത്. പക്ഷെ അത് കുറേ നാൾ വെച്ചിരിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് നമുക്ക് വറുത്ത അരിപ്പൊടിയും യൂസ് ആക്കാം. സൂപ്പറായിട്ട് തന്നെ റിസൾട്ട് കിട്ടും. അതോടൊപ്പം നമുക്ക് കുറച്ച് തേനും കൂടെ യൂസ് ആക്കാനായിട്ടുണ്ട്. കുറച്ച് തേൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഒരു 2 പമ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 2 സ്പൂണായിട്ട് കണക്കാക്കാം. ഇത്രയും വേണം. കാര്യം വേറൊന്നും കൊണ്ടല്ല, ഇത് അത്യാവശ്യം ഇനഫ് ക്വാണ്ടിറ്റി ചേർത്താൽ. ഇതിൽ നമ്മൾ വേറെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല. തേനും അരിപ്പൊടിയും മാത്രമായിട്ട് വേണമെങ്കിൽ നമുക്ക് യൂസ് ആക്കാം. പക്ഷേ ഈ ഒരു സംഭവം നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി വേണം മിക്സ് ആക്കാനായിട്ട്. പിന്നെ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ മിക്സ് ചെയ്താൽ പോലും നമ്മൾ സ്കിന്നിലോട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒലിച്ചിങ്ങ് പോരും. അതുണ്ടാവാതിരിക്കാനായിട്ട് കുറച്ച് റോസ് വാട്ടറും കൂടെ ചേർത്താണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. തേൻ മാത്രമാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഒലിച്ചിങ്ങ് പോരും. ഒരുപാട് തേൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നന്നായിട്ട് മിക്സാക്കി റൈസ് ഫ്ലോർ എടുക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ റൈസ് ഫ്ലോറും തേനും കൂടെ മിക്സ് ആക്കുമ്പോൾ ഒരുപാട് തേൻ ആവശ്യം വരുമല്ലോ. ഈ ഫേസ് പാക്ക് അത്ര വേർത്ത് ആയിരിക്കുമോ? ജസ്റ്റ് ഒരു സിമ്പിൾ ഫേസ് പാക്ക് അല്ലേ എന്നൊക്കെ കരുതി ഞാൻ കുറേ കാലം വരെ യൂസ് ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് അമേസിങ് റിസൾട്ട് കിട്ടി. ജസ്റ്റ് ഒരു ട്രൈ ചെയ്ത് നോക്കിയതാണ് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത്. അതും ഒരു നോർത്ത് ഇന്ത്യൻ ആയിട്ടുള്ള ഒരു യൂട്യൂബറുടെ വീഡിയോ കണ്ടിട്ടാണ്. അവരുടെ വീഡിയോ ഞാൻ ഇപ്പോഴും ഫോളോ ചെയ്യാറുണ്ട്, അവരുടെ ചാനൽ. എനിക്ക് ഭയങ്കരമായിട്ട് റിസൾട്ട് കിട്ടിയിട്ടോ. അടിപൊളി റിസൾട്ട് കിട്ടി. ഞാൻ യൂസ് ചെയ്ത റോസ് വാട്ടർ ഏതെന്നാണ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ സ്പ്രേ ബോട്ടിലാക്കിയിട്ടാണല്ലോ ഞാൻ നേരത്തെ ഇതിലോട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തത്. സോ ഞാൻ ഈ ഒരു ബഞ്ചാറാസിൻ്റെ ആണ് ഇപ്പോൾ യൂസ് ആക്കുന്നത്. നല്ലതായിട്ടോ, നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട്. സൂപ്പറായിട്ടുള്ള ഒരു ഡീസൻറ്റ് ഒരു റോസ് വാട്ടറാണ്. അപ്പോൾ ഇതാ ഞാനിവിടെ ഇത്രയും കൂടി ഇൻഗ്രീഡിയൻസ് ചേർത്ത് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം തേൻ കുറവായിട്ട് തോന്നും. പക്ഷെ നിങ്ങൾ ഒരുപാട് തേനോ വെള്ളമോ ചേർത്ത് കൊടുക്കാനായിട്ട് നിൽക്കരുത്. നന്നായിട്ട് ഇതിൽ തന്നെ കലക്കിയെടുക്കുക. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് മാത്രം തന്നെ നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി വേണോ വേണ്ടോ എന്ന് അറിയാൻ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാൽ പെട്ടെന്നൊരു ടൈറ്റ്നസ് ഉണ്ടാവും. പക്ഷേ ഇതൊക്കെ തന്നെ നന്നായിട്ട് മിക്സാക്കി കഴിയുമ്പോൾ നല്ലതായിട്ട് ലിക്വിഡായിട്ട് ഒഴുകാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഏറ്റവും ലാസ്റ്റ് കുറച്ച് തേനും കുറച്ച് റോസ് വാട്ടറും കൂടെ ചേർത്ത് വീണ്ടും മിക്സ് ആക്കുക. ജസ്റ്റ് നമ്മൾ ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഈ തേനുണ്ടല്ലോ നമ്മുടെ റൈസ് ഫ്ലോറും കൊണ്ട് ഇങ്ങോട്ട് ഒഴുകാൻ തുടങ്ങും നമ്മുടെ കവിളിൽ നിന്ന്. ഞാൻ കാണിച്ചു തരാം. മുന്നേ ഞാനൊരു ഫേസ് പാക്ക് ഷോർട്സിൽ കാണിച്ചിട്ടുണ്ട്. എൻ്റെ പൊന്നോ അമേസിങ് റിസൾട്ട് കിട്ടുന്നതാണ്. ജസ്റ്റ് ഞാൻ കൂടുതൽ ഹൈപ്പ് കൊടുക്കുന്നതല്ല, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. കാര്യം ഇത് ഭയങ്കര അണ്ടർ എസ്റ്റിമേറ്റ് ആയി പോയ ഒരു പാക്കാണ്. ജസ്റ്റ് നമ്മൾ തൈര് ഉപയോഗിച്ചിട്ടും കോഫിയൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഫേസ് മാസ്ക് എല്ലാം തന്നെ ഭയങ്കര വൈറലാണ്. പക്ഷേ ഈ ഒരു കോമ്പിനേഷൻ അൺബീറ്റബിൾ കോമ്പിനേഷനാണ്. അപ്പം റൈസ് ഫ്ലോറൊക്കെ നമ്മൾ പൊതുവെ യൂസ് ആക്കുന്നതാണ്. അതൊരു നോർമൽ ഇൻഗ്രീഡിയൻ്റ് അല്ലേ എന്ന് നമുക്ക് തോന്നും. പക്ഷെ അങ്ങനെയല്ല. തേനും കൂടെ ചേർത്ത് നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പം എൻ്റെ പൊന്നോ, ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ, അതുപോലെ സ്കിൻ ഗ്ലോ ആകും. ഇപ്പം എൻ്റെ സ്കിന്നിൽ സൺ ടാൻ ഇല്ല. സത്യമായിട്ടും എൻ്റെ സ്കിന്നിൽ സൺ ടാൻ ഒന്നുമില്ല. ഞാൻ അങ്ങനെ ഒരുപാട് പുറത്ത് പോകാറില്ല. ഇനി അഥവാ പോകുന്നുണ്ടെങ്കിലും സൺസ്ക്രീൻ യൂസ് ചെയ്യും. ഞാൻ വല്ലപ്പോഴും കൂടെ മാത്രമാണ് അങ്ങനെ ഒരു വെയിലത്തൊക്കെ പോവുള്ളൂ. അതുകൊണ്ട് എനിക്കിപ്പം
അത്രയും ഒരു വ്യത്യാസം കാണാൻ പറ്റില്ല. പക്ഷേ സൺ ടാൻ ഉള്ള ഫേസിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് യൂസിൽ തന്നെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു ചേഞ്ച് അറിയാൻ പറ്റും. ഡെഡ് സെൽസ് കാരണം സ്കിന്ന് ഡള്ളായി പോയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അതറിയാൻ പറ്റും കേട്ടോ. അടിപൊളി റിസൾട്ട് കിട്ടും. സൂപ്പർ അമേസിങ് ആണ്. അത്രയും റിസൾട്ട് കിട്ടുന്നതാണ്. ഹണി നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് നറിഷ് ചെയ്യാനും മോയ്സ്ചറൈസ് ചെയ്യാനും ബ്രൈറ്റൻ ചെയ്യാനും എല്ലാത്തിനും സഹായിക്കും. ഒപ്പം നമ്മുടെ ഈ ഒരു റൈസ് ഫ്ലോർ അരിപ്പൊടി നന്നായിട്ട് സ്കിന്നെ ബ്രൈറ്റൻ ചെയ്യും. ആൻറ്റി ഏജിങ്ങിന് നല്ലതാണ്. സൂപ്പറായിട്ട് സ്കിൻ അടിപൊളിയായിട്ട് ഗ്ലോ ആകുന്നത് നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ഇൻഗ്രീഡിയൻസിൻ്റെ കോമ്പിനേഷൻ. പിന്നെ നമ്മളിതിൽ റോസ് വാട്ടർ പർപ്പസ്ഫുള്ളി ആഡ് ചെയ്തതല്ല, ജസ്റ്റ് ഈ ഒരു കൺസിസ്റ്റൻസി ബാലൻസ് ചെയ്യാനാണ് ഇതിൻ്റെ മെയിൻ പർപ്പസ്. പക്ഷേ സ്റ്റിൽ നമുക്ക് വന്നിട്ട് നമ്മുടെ സ്കിന്നിൽ വേണ്ടിയിട്ട് നല്ലതല്ലേ. നമുക്ക് pH ലെവൽ ബാലൻസ് ചെയ്യാനും സ്കിൻ ബ്രൈറ്റ് ആവാനും ഗ്ലോ തരാനും ഒന്ന് നറിഷ് ചെയ്യാനും സൂത്തൻ ചെയ്യാനും എല്ലാത്തിനും റോസ് വാട്ടർ ഭയങ്കര നല്ലതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് യൂസ് ആക്കാൻ പറ്റും. നന്നായിട്ട് സ്കിന്നിലോട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. റോസ് വാട്ടർ സ്കിപ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യാനാണെങ്കിൽ അങ്ങനെ ആവാം കേട്ടോ. ആദ്യം നമ്മൾ യൂസ് ചെയ്ത അരിപ്പൊടി അതുപോലെ തന്നെ തേൻ, ഇത് രണ്ടുമാണ് ഏറ്റവും അമേസിങ് ആൻഡ് മസ്റ്റായിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ. എന്നിട്ട് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ജസ്റ്റ് മുഖം ഒന്ന് ചെറുതായിട്ട് ഒന്ന് ടവൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് വെള്ളം തളിച്ചു കൊടുത്തിട്ട് അത് ടവൽ വെച്ച് തുടച്ച് മാറ്റിയിട്ടോ ചെറിയൊരു നനവുള്ള സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും. ഒരുപാട് വെള്ളമുള്ള മുഖത്തോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കരുത്, നന്നായിട്ട് ഒലിച്ചിങ്ങ് പോരും. സോ ചെറിയൊരു നനവുള്ളപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ കുറേ കൂടെ നമുക്ക് നല്ലതാണ്. നമ്മുടെ സ്കിന്നിലോട്ട് അത് നന്നായിട്ട് അബ്സോർബ് ആകും, ഡ്രൈ ആവില്ല, പെട്ടെന്ന് കുറച്ച് നേരം നമുക്ക് വെച്ച് വയ്ക്കാനും ഒക്കെ പറ്റും. ഇതുപോലെ ഒരു ചെറിയ ലെയർ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇത് നമുക്ക് തിക്കായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ കുറേ ക്വാണ്ടിറ്റി പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അത് വേണ്ട, ജസ്റ്റ് നിങ്ങൾക്ക് ഞാനിപ്പോൾ എടുത്ത് കാണിച്ച ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. സ്കിന്നിൽ മുഴുവനായിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കൃത്യം ഒരു 15 മിനിറ്റ് വെച്ചിരിക്കുക കേട്ടോ. ഇപ്പം നമുക്കിതിൽ തേനായതുകൊണ്ട് പെട്ടെന്ന് ഡ്രൈ ആയി പോകും എന്നുള്ള പേടിയൊന്നും വേണ്ട. ഇത് നന്നായിട്ട് തന്നെ ലാസ്റ്റ് ചെയ്യും. അതുകൊണ്ട് ഒരു 15 മിനിറ്റ് കൺഫേം ആയിട്ട് വെച്ചിരിക്കുക. അതിനുശേഷം മാത്രമേ നിങ്ങളിത് വാഷ് ചെയ്യാനായിട്ട് പാടുള്ളൂ. സൂപ്പർ റിസൾട്ട് കിട്ടും. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. അരിപ്പൊടിയും തേനും അലർജി അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്ത് നോക്കാം. ഈവൻ ഒരു 15 വയസ്സൊക്കെയുള്ള കുട്ടികളാണെങ്കിൽ പോലും നിങ്ങൾക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഈസി, അഫോർഡബിൾ ആൻഡ് അടിപൊളി റിസൾട്ട് തരുന്നതാണ്. ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുത്ത് നോക്കൂ. സൂപ്പറായിട്ട് വർക്കാകും. ഈ വീഡിയോ തന്നെ ഷെയർ ചെയ്ത് കൊടുത്താലും അമേസിങ് ആണ്. അപ്പോൾ നിങ്ങളുടെ സ്കിൻ ഓയിലി ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത് യൂസ് ആക്കാം. ഡ്രൈ സ്കിൻ ആണെങ്കിലും യൂസ് ആക്കാം. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പാല് ചേർത്ത് കൊടുത്താൽ മതി. റോസ് വാട്ടറിന് പകരം ഒരല്പം പാല് ചേർത്തും നമുക്കിത് മിക്സ് ആക്കാവുന്നതാണ്. ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ വെച്ചിട്ട് നമുക്കിത് വാഷ് ചെയ്യാം. 15 മിനിറ്റ് മസ്റ്റായിട്ട് വെക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്കിത് കഴുകിക്കളയാം. സ്കിൻ അമേസിങ് ഗ്ലോ കിട്ടും. അടിപൊളി റിസൾട്ട് കിട്ടും കേട്ടോ. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അത്രമാത്രം അടിപൊളി റിസൾട്ട് കിട്ടുമ്പോൾ വേറെ ഒരുപാട് പാക്സൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ വളരെ കുറവാണ് ചെയ്യുന്നത്. എന്നിരുന്നാലും അമേസിങ് റിസൾട്ട് കിട്ടുന്നത് എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഫേസ് മാസ്ക് ആണ്. ഇതിന് ശേഷം നമുക്ക് റോസ് വാട്ടർ മുഖത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാം, മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഏതാണോ നമ്മൾ യൂസ് ആക്കുന്നത് അത് തന്നെ നമുക്ക് കണ്ടിന്യൂസ് യൂസ് ആക്കാവുന്നതാണ്. നമ്മുടെ നോർമലായിട്ടുള്ള സ്കിൻ കെയർ എന്താണോ അത് തന്നെ ചെയ്ത് കൊടുത്താൽ മതി. ഏതൊരു ഏജ് ഗ്രൂപ്പിലായിട്ടുള്ളവർക്കും, നിങ്ങൾ 30, 40, 50 വയസ്സുള്ളവരാണെങ്കിൽ പോലും ചെയ്ത് നോക്കാം. നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് ഭയങ്കര നല്ലതാണ്. സൂപ്പറായിട്ട് നമ്മുടെ ഡെഡ് സെൽസൊക്കെ മാറി സ്കിൻ സൺ ടാനൊക്കെ റിമൂവ് ചെയ്ത് അടിപൊളി റിസൾട്ട് കിട്ടണം എന്നാണെങ്കിൽ ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിനുശേഷം ഞാൻ കുറച്ച് റോസ് വാട്ടറും അലോവേര ജെല്ലും വെച്ചിട്ട് നമ്മുടെ സ്കിന്നൊന്ന് പ്രെപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. സ്കിൻ കെയറിൻ്റെ ഒരു സംഭവം ഉണ്ടല്ലോ അത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് പകലും യൂസ് ആക്കാം കേട്ടോ. രാത്രി മാത്രമല്ല പകലും യൂസ് ആക്കാം. മേക്കപ്പ് ഒക്കെ ചെയ്യുന്നതിന് മുന്നേ ഇതൊന്ന് ചെയ്തിട്ട് നമ്മൾ മേക്കപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോലും അടിപൊളിയാണ്. സ്കിൻ സൂപ്പറായിട്ട് ഗ്ലോ ആകും. ഇപ്പോൾ നമ്മൾ ടേമറിക് ഒന്നും ചേർക്കുന്നില്ലല്ലോ, അതുകൊണ്ട് ഇത് രാവിലെ യൂസ് ചെയ്താലും സൂപ്പറാണ് കേട്ടോ. ഇനി അങ്ങോട്ട് 1 മാസം കഴിയുമ്പോൾ ഓണമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ആഴ്ചയിൽ ഒരു 3 ദിവസം വെച്ച് ചെയ്ത് നോക്കിയാൽ മതി. ആ ഒരു ഫംഗ്ഷനൊക്കെ തൊട്ട് മുന്നത്തെ ദിവസം തലേ ദിവസമൊക്കെ ആണെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അടിപൊളിയായിട്ട് റിസൾട്ട് കിട്ടും. അപ്പോൾ ഇത് അത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ.